സോ ക്വസ്റ്റ്യൻ നമ്പർ 30 നമ്മളെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. സോ നമുക്ക് നോക്കാം ക്വസ്റ്റ്യൻ. ഓക്കെ, ഇൻ ദി ഗിവൺ സർക്യൂട്ട് ദ വോൾട്ടേജ് അക്രോസ് ലോഡ് റെസിസ്റ്റൻസ് RL ഈസ് എന്നാണ് ക്വസ്റ്റ്യൻ. ആ സർക്യൂട്ട്, ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഇലക്ട്രോണിക്സ് എന്ന് വന്നൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. ഇവിടെ രണ്ട് ഡയോഡ്സ് D1 D2 ഉണ്ട്. D1 എന്ന് പറയുന്നത് ജെർമേനിയൻ ഡയോഡാണെന്നും D2 സിലിക്കൺ ഡയോഡാണെന്നും പറഞ്ഞിട്ടുണ്ട്. ഈ 2.5 കിലോ ഓമിന് അക്രോസുള്ള വോൾട്ടേജ് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അതിന് ഇവിടെ ഇത് കണ്ടക്ട് ചെയ്യണമെങ്കിൽ അല്ലേ, നമ്മൾ എന്ത് ചെയ്യണം, ഈ രണ്ട് ഡയോഡ്സിനെ എന്ത് ചെയ്യണം, ഫോർവേഡ് ബയസ് ചെയ്യണം അല്ലേ. അപ്പോൾ പിന്നെ ഫോർവേഡ് ബയസ് ചെയ്ത് കണ്ടക്ട് ചെയ്യണമെങ്കിൽ ജെർമേനിയത്തിൻ്റെ കേസിൽ നമ്മൾ എത്ര കൊടുക്കണം, 0.3 വോൾട്ട് കൊടുക്കണം. സിലിക്കൺ ആണ് എത്ര കൊടുക്കണം, 0.7 വോൾട്ട് കൊടുക്കണം. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എത്ര കൊടുക്കുന്നുണ്ട്, 15 വോൾട്ട് കൊടുക്കുന്നുണ്ട്. ആ 15 വോൾട്ടിൽ നിന്ന് അല്ലേ ഇവർക്ക് രണ്ടുപേർക്കും വേണ്ടി എത്ര എടുത്തുപോയി, 1 വോൾട്ട് എടുത്തുപോയി അല്ലേ. ബാക്കി എത്രയേ ഉള്ളൂ, 14 വോൾട്ടേ ഉള്ളൂ അല്ലേ. അപ്പോൾ നമ്മൾ ഈ ഫിഗർ നോക്കിയാൽ ഇൻ എഫക്റ്റ് ഇവർക്ക് രണ്ടുപേര് കൂടി കിട്ടുന്നത് എത്രയേ ഉള്ളൂ, 14 വോൾട്ടേ ഉള്ളൂ അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് നിങ്ങൾ നോക്ക്, ഈ 1.5ഉം 2.5ഉം ആഡ് ചെയ്താൽ 4 ഓം എന്ന് വരും, 4 കിലോ ഓം എന്ന് വരും ടോട്ടൽ റെസിസ്റ്റൻസ്. ശരിയല്ലേ? അപ്പോൾ ടോട്ടൽ റെസിസ്റ്റൻസ് 4 കിലോ ഓം ആണ് അല്ലേ. ഇവിടെ വരുന്ന ടോട്ടൽ നെറ്റ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയേ ഉള്ളൂ, 14 വോൾട്ടേ ഉള്ളൂ അല്ലേ. അങ്ങനെയാണ് ഈ സർക്യൂട്ടിൽ വരുന്ന കറണ്ട് എന്ന് പറയുന്നത് 14 ഡിവൈഡഡ് ബൈ 4 × 10⁻³ അല്ലേ. അത് നമ്മൾ 10⁻³ മോളിലേക്ക് എടുത്താൽ 14/4 × 10⁻³ ആംബിയർ. ഇത് 3.5 മില്ലി ആംബിയർ എന്നല്ലേ വരിക അല്ലേ. അപ്പോൾ ദാ ഈ ഇതിലൂടെ വരുന്ന കറണ്ട് എത്രയാണ്, 3.5 മില്ലി ആംബിയർ ആണ് അല്ലേ. നിങ്ങളോട് ചോദിക്കുന്നത് ഇതിന് അക്രോസുള്ള വോൾട്ടേജ് അല്ലടാ മക്കളെ ചോദിച്ചിരിക്കുന്നത് അല്ലേ. ഈ വോൾട്ടേജ് ഇതിന് അക്രോസുള്ള വോൾട്ടേജ് കാണാൻ ഇവിടെയുള്ള കറണ്ട് നിങ്ങൾക്കറിയാം, റെസിസ്റ്റൻസ് അറിയാം. അങ്ങനെയാണെങ്കിൽ വോൾട്ടേജ് അക്രോസ് ദ ലോഡ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് കറണ്ട് ഇൻറ്റു ലോഡ് റെസിസ്റ്റൻസ് ആണ്. ആ കറണ്ട് 3.5 × 10⁻³ ആണ്. ലോഡ് റെസിസ്റ്റൻസ് 2.5 × 10⁻³ ആണ്. സോ ദാറ്റ്സ് ഈക്വൽ ടു 3.5 × 2.5 എന്ന് വരും. ഇത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ എത്രയാണ് വരിക, 8.75 വോൾട്ട് എന്നാണ് ആൻസർ വരുന്നത്. വിച്ച് ഓപ്ഷൻ 1 ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. സോ നമ്മൾ ഈ ഒരു സെക്ഷൻ വൈൻഡപ്പ് ചെയ്യാണ്. ഹോപ്പ് ഓൾ ഓഫ് യു ഡിഡ് ഇറ്റ് വെൽ. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല പെർസെൻറ്റേജിലൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നു. ഓക്കെ, ബൈ.